ഒരു വിഭാഗം ഒരു കൂട്ടം ആളുകൾ ജലസു മജ്ലിസൻ, ഒരു മജ്ലിസിലിരുന്നു. അതിപ്പോൾ ഒരു റിസോർട്ട് പോയിരുന്നാലും അത് പറ്റും. ഒരു ഹാൾ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഒരു മീറ്റിംഗ് കൂടി, നിങ്ങളെല്ലാവരും ഒരുമിച്ചൊരു പാർക്കിൽ കൂടി ഒരു ബീച്ചിൽ അസംബിൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു കുടുംബസംഗമം, നാട്ടുകാരുടെ സംഗമം നടത്താമെന്ന് വിചാരിച്ചു. എവിടെയോ ആകട്ടെ, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടി. വതഫറഖു മിൻഹു, അവർ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ ചിരിയും വർത്താനം, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലും സെൽഫിയൊക്കെ കഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് പിരിഞ്ഞു പോന്നു. ലം യദ്കുറുല്ലാഹ ഫീഹ്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഒരു സംഗതിയും അവിടെ നടന്നിട്ടില്ല എങ്കിൽ, ഒരാളെങ്കിലും മക്കളെ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കണ്ടേ, നമുക്കൊന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കല്ലേ എന്നുപോലും അവിടെ പറയപ്പെട്ടിട്ടില്ല. അവിടെ എന്തൊക്കെയോ പാട്ടും അതും ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആരും അള്ളാഹിനെക്കുറിച്ച് ഓർക്കുന്നൊരു വർത്തമാനം അവിടെ പറഞ്ഞിട്ടില്ല. അതൊരു 2 മിനിറ്റെങ്കിലും മതി, മിനിമം നമ്മൾ നിസ്കരിക്കണ്ടേന്ന് പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങല്ലേ, ഒന്ന് ഫാത്തിഹ വിളിച്ച് തുടങ്ങാം. അതൊരു ബറക്കത്താണ്. നമ്മുടെ എല്ലാ സംഘടനകളും അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ? മുസ്ലിമീങ്ങളുടെ കൂട്ടായ്മ ഏത് പരിപാടി തുടങ്ങുകയാണെങ്കിലും ഒരു ഫാത്തിഹ വിളിച്ച് തുടങ്ങും. അത് രാഷ്ട്രീയ കൂട്ടായ്മയാണെങ്കിലും സാംസ്കാരിക മഹല്ല് സംഘടനയാണെങ്കിലും മതസംഘടനയാണെങ്കിലും ഒക്കെ നമ്മളൊരു ഫാത്തിഹയും 3 ഖുൽ ഹു അല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുന്നുണ്ട് ധാരാളം. അത് മതി. അതുപോലുമില്ലാതെ എന്നാൽ പിരിയല്ലേ, നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് പിരിയാം, 3 സ്വലാത്ത് ചൊല്ലാം പിരിയുമ്പോൾ, അങ്ങനെയും പറയുന്നുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ എന്നാൽ പിരിയാണ്. നന്ദി പറയുമ്പോൾ അവസാനം അതാ പറയാം, 3 സ്വലാത്തോടുകൂടെ ഈ പരിപാടി പിരിച്ചു വിട്ടതായി. ഇത് പിരിച്ചുവിട്ടില്ല കേട്ടോ, ഉദാഹരണം എന്ന് പറയുമ്പോൾ അവിടെ മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നമ്മൾ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അള്ളാഹിൻ്റെ പേര് ഉച്ചരിക്കപ്പെട്ടു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, തങ്ങളുടെ പേര് ഉച്ചരിക്കപ്പെട്ടു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ദിക്റോ ഒരു സ്വലാത്തോ ഒരു നിസ്കാരോ ഒരു ജമാഅത്തോ ഒരു സ്വാഗതം പറയുന്ന ആൾ പോലും അള്ളാഹിനെക്കുറിച്ചോ പറയാതെയാണ് ആ കുടുംബസംഗമം അല്ലെങ്കിൽ ആ കൂട്ടായ്മ, ആ ഒത്തുചേരൽ, ആ പ്രതിഷേധ പ്രകടനം അവിടെ കഴിഞ്ഞു പോയതെങ്കിൽ ഇല്ലാ കഅന്നമാ തഫറഖു അൻ ജീഫത്തി ഹിമാരിൻ അഅസകുമുല്ലാഹ്. പുണ്യനബി തങ്ങൾ പറയാണ്, ചത്തുപോയ ഒരു കഴുത ദിവസങ്ങളായി നാറുന്ന അതിൻ്റെ ഡെഡ് ബോഡിയുടെ ദുർഗന്ധത്തിൻ്റെ അരികത്ത് നിന്ന് അവർ എണീറ്റ് പോയ പോലെയാണത്. വഖാന അലൈഹിം ഹസ്റതൻ യൗമൽ ഖിയാമ, ഇത്രമേൽ ആളുകളുണ്ടായിട്ട് അള്ളാഹുവിനെ കുറിച്ചൊരു സെക്കൻഡ് പോലും ഓർക്കാൻ അവർക്ക് കഴിയാതെ പോയത് നാളെ പരലോകത്ത് ഈ യോഗത്തെക്കുറിച്ച് വിസ്തരിക്കപ്പെടുമ്പോൾ അവർക്ക് സങ്കടത്തിന് കാരണമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മിനിമം ഏതൊരു കൂട്ടായ്മ ഒരു ഫാത്തിഹ വെച്ചിട്ട് ദ്വാരം, ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് ഉസ്താദ് അപ്പം തന്നെ പോയിക്കോട്ടെ. ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ, നിക്കാഹിന് ഉസ്താദ്മാരും തങ്ങന്മാരൊക്കെ ഉണ്ടാവും. ആൾ കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ നടക്കണമെന്നും കാണാൻ പറ്റില്ല, കേൾക്കാനും. പിന്നെ വല്ല വാട്സപ്പിലോ കാണാം, അവിടെയാണ് ഈ കൂത്താട്ടൊക്കെ നടന്നത്. അങ്ങനെ ആയിപ്പോണ്ട, അത് കാപ്പട്യമാണ്. ഇല്ലാ കാന ഹസ്റതൻ യൗമൽ ഖിയാമ, അത് സങ്കടത്തിന് കാരണമാകും. അള്ളാഹുവിനെ അവിടെ ഓർക്കണം എന്നാണ്. ആളുകൾ കൂടുന്നിടത്ത് അള്ളാഹു തആലയെക്കുറിച്ച് പറയപ്പെടണം.